ഞാൻ ജോലി ചെയ്യുന്ന ഈ ബക്കാലിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമർ എന്നുള്ളത് ബംഗ്ലാദേശി, അഫ്ഗാനി, പാകിസ്ഥാനിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കസ്റ്റമർ നമുക്കുള്ളത്. കടയിലേക്ക് വരുന്ന ഏതൊരു കസ്റ്റമറിനും അവരുടേതായ ബഹുമാനവും റെസ്പെക്റ്റും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളോട് ഇത്തിരി സ്നേഹം. ഇന്ന് അവരുടെ റൂമിലേക്ക് നമുക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞാലുള്ള ഫുഡ് ഇവർ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കും കാരണം ഇവർ പുലർച്ചെ നീച്ച് പണിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇന്നത്തെ വിഭവം എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനി റൊട്ടിയിലേക്ക് പാലക്ക് കറിയും അതുപോലെ തൈരിൻ്റെ സലാഡും. 1.5 ദിർഹംസിന് കിട്ടുന്ന അഫ്ഗാൻ റൊട്ടി കൂട്ടിയാണ് ഈ പാലക്ക് കറിയും സലാഡ് നമ്മൾ കഴിക്കാൻ പോകുന്നത് കേട്ടോ. 1.5 ദിർഹംസിന് കിട്ടുന്ന റൊട്ടിയിൽ 2 തരം റൊട്ടിയുണ്ട്. ഒന്ന് പത്തല, ഒന്ന് മോട്ട. അതായത് ഒന്ന് പത്തിരി പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു റൊട്ടി, അത്യാവശ്യം വലുപ്പം ഉണ്ടാവും. ഒന്ന് ഒരു ബലത്തിൽ നിൽക്കുന്ന റൊട്ടിയും. ഈ പ്രാവശ്യം ഇവർ വാങ്ങിയിട്ടുള്ളത് പത്തലവാലയാണ് കേട്ടോ. ഇതാണ് റൊട്ടി ഉള്ളത്. റൊട്ടിയുടെ കൂടെ കഴിക്കുന്ന പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ഈ പത്തലവാല റൊട്ടി. ഇനി വേറെയുള്ള റൊട്ടി ഉള്ളത് അത് മോട്ടയാണ്. അത് പ്രാവശ്യം ഇവർ വാങ്ങിയിട്ടില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വാങ്ങുമ്പോൾ നമ്മൾ കാണിക്കാം. അതുപോലെ ഞാൻ അവിടുത്തെ വീഡിയോ പോയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ പട്ടണ റൊട്ടി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പാലക്ക് കറിയും തൈരും കൂട്ടിയിട്ടുള്ള ഈ ഒരു വിഭവം ഞങ്ങൾ 6-7 പേര് ഇരുന്നിട്ട് 2 സെക്ഷനായിട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. പട്ടാണീസിൻ്റെ ഭക്ഷണ രീതി നമ്മളൊന്ന് പഠിക്കാണ്ടെന്ന് വെച്ചാൽ കറിയുടെ ഉപയോഗം വളരെ കുറക്കുക എന്നുള്ള രീതിയാണ്. ഇവർ ഒപ്പിക്കഴിക്കുന്ന ഒരു വിഭാഗമാണ്. നമുക്കാണെങ്കിൽ കുഴച്ച് കഴിക്കും വേണം, എങ്കിലും അടിപൊളിയാണ്. മുളകും കൂട്ടി കഴിച്ചപ്പോൾ അന്തസ്. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ചെറുക്കെ പാത്രത്തിൽ പോയി ഒപ്പി കഴിച്ചുകൊണ്ട് തന്നെ കയ്യിൽ ഒരു കറ പോലും ഇല്ല. അങ്ങനെ ടാറ്റ പറഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അവർ ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങും ചെയ്യും. അപ്പോൾ ബാക്കി ബുക്കറ.